ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ സോറൻടോന്ന് നേപ്പിൾസിലേക്ക് പോവാണ്. സോ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. ഈ കാണുന്നതാണ് കാസ്റ്റൽ നോവോ. ഇത് ഇവിടുത്തെ നേപ്പിൾസിലുള്ള ഒരു കാസിലാണ്. ഇതിന് എന്താണ് മാഷിയോ അങ്കിയോനോ എന്നും കൂടെ ഈ കാസലിനെ പറയൂ കേട്ടോ. ഇത് 1279 കൺസ്ട്രക്ട് ചെയ്തതാണ്. റോയൽ സീറ്റ് ഓഫ് കിങ്സ് ഓഫ് നേപ്പിൾസ്, അരഗോണും സ്പെയിനും ഒക്കെ ചേർന്നിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു കാസിലാണിത്. ഞാൻ പിയാസ ദൽ മുൻസിപ്പിയോ കാണിച്ചു തരാം. അതായത് നേപ്പിൾസിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ആണ് കേട്ടോ. ഇതാണ് പോർട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഫെറി ഒക്കെ വരികയാണെങ്കിൽ ഇത് അവിടെയാണ് വന്നിറങ്ങുക. സോ അതും ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഈ സിറ്റി സെൻറ്ററും തമ്മിലുള്ള പിന്നെ ലിങ്കാണ് ഈ പിയാസ ദൽ മുൻസിപ്പിയോ എന്ന് പറയുന്ന ഈ സ്ക്വയർ. ഇതൊക്കെ മറ്റേ ആ പിയാസയുടെ, അതായത് സ്ക്വയറിൻ്റെ പാർട്ടാണ് കേട്ടോ. പല സൈഡ്, ഇതാണ് കാസലിൻ്റെ ഒരു സൈഡ്. നമുക്ക് കാസലിൻ്റെ അവിടെ പോകാൻ പറ്റുമോ നോക്കാം. ആക്ച്വലി കാസലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ 3 പില്ലേഴ്സ് പോലത്തെ, 3 ഫ്രണ്ടിലാണ്, പക്ഷെ അവിടെയൊക്കെ പില്ലേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഈ കാസലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ആ സ്ട്രക്ചറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് കൈൻഡ് ഓഫ് ദ ഹോൾ വ്യൂ. അവിടെ നിങ്ങൾക്ക് ഷിപ്സ് ഒക്കെ കാണാം. ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഒരു വലിയ സ്ക്വയർ ആണ് ആക്ച്വലി. ആൻഡ് ദിസ് സൈഡ് ഇസ് ദ കാസൽ. വാവ്, ദിസ് കാസൽ ഈസ് ഹ്യൂജ്. നോക്ക്, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാസലാട്ടോ. ആ സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഇത്ര ഒരു വലുതാണെന്ന് വിചാരിച്ചില്ല. ബട്ട് ഇറ്റ്സ് റിയലി ഹ്യൂജ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്തൊക്കെയും കാണാനുണ്ടോ എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി റിയലി ഹ്യൂജ്. സോ ഇതൊക്കെയാണ് ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ, ഇത് കാസലിൻ്റെ ഉള്ളിൽ കാണാനായിട്ടുള്ളത്. കോർട്ട്യാർഡും മ്യൂസിയം, പിന്നെ ചാപ്പല്, പിന്നെ ലൈക്ക് ആർക്കിയോളജിക്കൽ ഏരിയ ഒക്കെ ആയിട്ട്. പക്ഷെ എന്തോ അണ്ടർഗ്രൗണ്ട് എന്തോ ഇപ്പം വർക്കിംഗ് അല്ലാന്നോ എന്തോ പണി നടക്കുമെന്നാണ് എന്തോ ഇവർ പറഞ്ഞു. But actually see, the castle is really huge. It's nice. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വിചാരിക്കേ. ഇപ്പൊ നമുക്ക് ഓരോ നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടത്തെ ലാംഗ്വേജ് അറിയണമെങ്കിൽ എന്ത് രസമായിരിക്കും. ഒരിടത്തൊക്കെ സംസാരിച്ചിരിക്കായിരുന്നു അല്ലേ. കാരണം ഇവിടെ അധികം ആരും അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കത്തില്ല, എസ്പെഷ്യലി പ്രായമായവരൊക്കെ. ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇപ്പൊ നമ്മള് ഇതിന് ഫെറിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് വരേണ്ടി വന്നേനെ. സോ ഇനിയിപ്പോ ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതിപ്പോ ഇവിടുത്തെ ഒരു മുൻസിപ്പിയോ സ്ക്വയറിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ ഞാൻ വേറെ ഒരു സ്ക്വയർ കാണിച്ചു തരാം. അതിന്റെ പേരാണ് പിയാസ ദൽ പ്ലെബിസ്കിറ്റോ. എൻ്റെ അമ്മേ, എന്തൊരു ഡിഫിക്കൽട്ടാണ് ഇപ്പൊ ഇവിടത്തെ പേര്. സോ PLEBISTICO. ഇതാണ്. എന്താ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യണ്ടെന്ന് വെച്ചാൽ പ്രൊനൗൺസ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ അടുത്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 800 meters വാക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് ചുമ്മാ പോയി നോക്കിയിട്ട് വരാം. ഇതിന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഞാനിപ്പോ വേറെ ഒരു സൈഡ് പോയാൽ അത് കാണാൻ പറ്റത്തില്ലല്ലോ. അതിന് മുന്നേ ഞാനിതേ ഇവിടെ ഒരു മെയിൻ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. ആ ഫൗണ്ടെയിൻ കാണിച്ചു തരാം. ഇതാണ് മെയിൻ ഫൗണ്ടെയിൻ ഓഫ് നേപ്പിൾസ് എന്ന് പറയാം. ഫൗണ്ടെയിൻ ഓഫ് നെപ്റ്റ്യൂൺ ആണ് കേട്ടോ ഇത്. കാണുന്നുണ്ടോ? സൺലൈറ്റ് കുറവല്ലേ. അപ്പൊ ഇത് ഈ പിയാസ മുൻസിപ്പിയോ ഞാൻ കാണിച്ചില്ലേ, ഈ ഒരു വലിയ സ്ക്വയർ ആണ്. അപ്പം ഇവിടെ ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് പലാസോ സാൻ ജിയാക്കോബോ, അതായത് സിറ്റി ഹാൾ എന്നാണ് അർത്ഥാക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ കയറുന്നുണ്ട്. ഈ പിള്ളേരല്ല അവിടെ ആവണമെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ആൾക്കാരെ. ഇനി അലൗഡ് ആണോ, അവർ കയറുന്നതാണോ എന്ന് അറിയില്ല. ആക്ച്വലി ഈ ഫൗണ്ടെയിൻ ഇവിടെ ആയിരുന്നില്ല. ഇത് പല പ്രാവശ്യം മൂവ് ചെയ്തിട്ട് ഫൈനലി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഹാർബേഴ്സ്, എവിടെയോ ഒരു ഹാർബർ അർസനൽ, അവിടുന്ന് ഇപ്പൊ 8ാമത്തെ പ്രാവശ്യം എന്തോ, അവിടുന്ന് എന്നല്ല, അങ്ങനെ പല പ്രാവശ്യം മൂവ് ചെയ്തിട്ടാണ് ഇതിപ്പോ 8ാമത്തെ തവണ എന്തോ ആയിട്ടാണ് ഇതിപ്പോ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനിപ്പം മറ്റേ പിയാസയിലേക്ക് പോകുന്ന വഴിക്കുള്ള കണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല രസമില്ലേ? ഇതെന്ന് വെച്ചാൽ പല വീടുകള്, പല അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ. ബട്ട് 2 സൈഡിൽ ഇവർ ഇത് ഒരേ കളർ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതിവിടെ പൊതുവേ ഞാനിങ്ങനെ യൂറോപ്പിൽ ഇങ്ങനെയാട്ടോ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതെന്തോ മേ ബി ആ ലൈറ്റ് അവിടെ നിന്ന് വരുന്നോണ്ടോ സണ്ണിന്റെ എന്തോ ഒരു പ്രത്യേകത തോന്നി, അതുകൊണ്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നില്ല. ഐ ആം ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ.
ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ചാറ പറന്നാട്ടോ. എനിക്ക് നമ്മുടെയൊക്കെ നാട് പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാല് അങ്ങനെ ട്രാഫിക് റൂൾസ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. ഇടയിൽ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ടാവും, ഇടയിൽ വണ്ടി അതുപോലെ തോന്നണ പോലെ പോകുന്നുണ്ടാവും. അങ്ങനെ ഇതെന്താണാവോ? ഇതും കൊള്ളാലോ. എല്ലാം ഭയങ്കര ആൻഷ്യന്റ് ആയിട്ടുള്ള, ഐ മീൻ ഓഫ് കോഴ്സ് ദിസ് ഇസ് ആൻ ആൻഷ്യന്റ് സിറ്റി, ലൈക്ക് പഴയ നല്ല പഴക്കമുള്ള ഒരു പ്ലേസ് ആണ്. But still they have preserved everything like that. ഈ സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ മിലാനിലുള്ള നമ്മുടെ ഇതില്ലേ, നമ്മുടെ എന്നൊക്കെ ഐ മീൻ ദുഓമയ്ക്ക് അടുത്തുള്ള ഒരു ഇതുണ്ട് ഉള്ളിലുള്ളത്. എക്സാക്ട്ലി ദിസ് ഇസ് വാട്ട് ഐ വാസ് ടോക്കിംഗ്. എനിക്ക് ഇത് സെയിം ആയിട്ട് തോന്നാറുണ്ട്. കുറെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് എപ്പോഴും ഇത് കൺഫ്യൂസ് ആവാറുണ്ട് ഇത് മിലാനാണോ എന്നുള്ള രീതിക്ക്. ബട്ട് എനിവേസ് ശരിക്കും പുറത്തത്തെ ബിൽഡിംഗ് കണ്ടപ്പോഴേ തോന്നി ദിസ് ലുക്സ് എക്സാക്ട്ലി ദ സെയിം. ഐ മീൻ എക്സാക്ട്ലി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് മോർ സിമിലർ. ഇപ്പൊ ഇവിടെ ഒരു ഫാമിലിന്റെ അടുത്ത് ഞാൻ ഫോട്ടോസ് എടുത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരെനിക്കൊന്ന് ക്ലിക്ക് ചെയ്ത് തന്നു. ആൻഡ് ദെൻ ദേ വർ ലൈക്ക്, ഒരിക്കലും നിങ്ങൾ ചെക്കന്മാർക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, അവർ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകും. അവർ ഇറ്റാലിയനിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി, ഇറ്റാലിയനും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട് ഗേൾസിന് മാത്രമേ ഫോൺ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപദേശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് യെസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫാമിലീസിന് മാത്രം കൊടുക്കുന്നത് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. Then they were like, yes, 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 yes. They understood it perfectly. കണ്ടിട്ട് തോന്നുന്നു മിലാനാണ് ഇവർ അഡാപ്റ്റ് ചെയ്തെന്നുള്ളത്. കാരണം ഇത് കുറച്ചും കൂടെ വലിയ സംഭവമാണ്. മറ്റേത് മിലാനിലുള്ളത് ഒരു കുഞ്ഞു സംഭവമാണ്. പിന്നെന്താ ഈ ഫ്ലോറിലൊക്കെ കുറെ പെയിന്റിങ്സും ആർട്ട് വർക്ക്സും ഒക്കെ ഉണ്ട്. സോ മിലാനിൽ ഇതുപോലെ ഒരു ബുള്ളിന്റെ അവിടെ നിന്ന് കറങ്ങണ പോലെ ദേ ആർ ട്രൈങ് ടു, മറ്റേ സ്കോർപിയോൺ ആണ് അവിടെ നിന്ന് കറങ്ങാൻ നോക്കുന്നുണ്ട്. സോ യാ, ഇറ്റ്സ് വെരി സിമിലർ ടു മിലാൻ. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു മിലാൻ ഇസ് കമ്പാരിറ്റീവ്ലി എ ന്യൂ സിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ മിലാൻ ആയിരിക്കും ഇവരുടെ അടുത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നിറയെ ഷോപ്സും സ്റ്റോഴ്സും ഒക്കെ ഉണ്ട് ഈ പല സൈഡുകളിലായിട്ട്. ഞാൻ ഇതിന്റെ പേര് ശ്രദ്ധിച്ചത്, ഇത് റിയൽ തിയേറ്ററോ ഡി സ്കാർലോ ആണ്. ഈ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് 1737 ബിൽഡ് ചെയ്തതാണ്. ആൻഡ് ദിസ് ഇസ് ദ ഓൾഡസ്റ്റ്. ആൻഡ് ഇത്ര നാളുമായിട്ട് ഒരിക്കൽ പോലും ഇത്, ഐ മീൻ കണ്ടിന്യൂസ്ലി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു തിയേറ്ററും കൂടിയാണ് കേട്ടോ ഈ വേൾഡിലുള്ള. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പോഴുണ്ടല്ലോ, ഈവൻ ദോ ഇത് കൈൻഡ് ഓഫ് സിമിലർ ആണ്, ഞാൻ പറഞ്ഞില്ലേ എക്സാക്ട്ലി സെയിം അങ്ങനെയൊന്നും അല്ലെങ്കിലും, ഐ മീൻ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് മോർ ഓർ ലെസ് അങ്ങനെയാണെങ്കിലും എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല് ഇത് കുറച്ചും കൂടെ ലൈക്ക് ആൻഷ്യൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം മിലാനിലൊക്കെ നമുക്ക് ഫുൾ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ്. അതായത് ഈ ഒരു ആൻഷ്യൻ ഫീൽ എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഈവൻ ദ സ്ട്രക്ചേഴ്സ് ലുക്ക് വെരി സിമിലർ. ഞാനിതേ ഇങ്ങോട്ട് പിന്നെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട കുറെ ഇങ്ങനെ ചെറിയ ചെറിയ കുറെ ഒരുപാട് പിസ്സ ഷോപ്സ് അതിന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആൻഡ് ദ ഫുഡ് ഈസ് റിയലി ചീപ്പ് ഹിയർ. ഐ മീൻ ഓ മൈ ഗോഡ്, ഞാൻ മിലാനിലുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഈവൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ അത് ജസ്റ്റ് 8 euros ആയിരുന്നേ. പക്ഷേ മിലാനിൽ അതിലൊക്കെ കത്തിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈവൻ എന്താണെങ്കിലും ലൈക്ക് മൊത്തത്തിൽ അവിടെ അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. ഐ ഓൾവേസ് സേ ഇൻ മൈ ഓൾ ദ വീഡിയോസ്, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ ഈ ബിൽഡിങ്സ് ഒക്കെ അതേപോലെ പ്രിസർവ് ചെയ്തിട്ടാണ് ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള എന്ത് ഷോപ്സ് ആണെങ്കിലും എല്ലാം ഇവിടെ വെക്കുന്നത്. ഐ വിഷ് ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഒന്നാമത് അത് സസ്റ്റൈനബിൾ ലിവിങ് ആണ്. കാരണം കൂടുതൽ നമ്മൾ ഫുള്ള് പൊളിച്ച് മാറ്റിയെടുക്കാണ്ട് ആ ആൻഷ്യൻ സ്ട്രക്ചേഴ്സ് ഒക്കെ മോറോലെസ് അതുപോലെ പ്രിസർവ് ചെയ്തിട്ട് അതിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുമ്പം പിന്നെ ഇതൊക്കെ അതുകൊണ്ട് തന്നെ എന്ത് ഓർഗനൈസേഷൻ, എന്ത് കാണാൻ എന്തൊരു ഭംഗിയാ. ഇപ്പൊ എല്ലാ ബിൽഡിങ്സും ഭംഗിയാണെന്നല്ല ഞാൻ പറയണത്, ബട്ട് മോറോർലെസ് അവർ ഒരുപാട് ബിൽഡിങ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഇത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്. എനിക്ക് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കാണുമ്പോൾ പെട്ടെന്ന് എന്താ പറയാ, ചില സ്ട്രക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും ഞാൻ. അതായത് ഓൾറെഡി ഞാൻ മുന്നേ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് റോമിലുള്ള മറ്റേ പാൻതിയോൺ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അതെന്താ സാധനം എന്നുള്ളത്.
നിങ്ങൾ ഈ കാണുന്നതാണ് റോയൽ പാലസ് ഓഫ് നേപ്പിൾസ്. ഇതിന്റെ ഇവിടെയാണ് പിയാസ ദ പ്ലെബിസിറ്റോ ആ സംഭവം, ആ സ്ക്വയറിന്റെ അവിടെയാണ് ഈ പാലസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നത്, ഈ സ്ക്വയറിലേക്ക്. പാലസ് ആയിരുന്നു വൺ ഓഫ് ദി 4 മേജർ റെസിഡൻസ്. ആ സമയത്തുള്ള റോയൽ ടൈമിലുള്ള വൺ ഓഫ് ദ 4 മെയിൻ റെസിഡൻസിലുള്ള ഒരെണ്ണമായിരുന്നു ഇത്. ഇപ്പം ഇത് നാഷണൽ ലൈബ്രറി, വിക്ടോറിയ ഇമാനുവൽ 3യുടെ നാഷണൽ ലൈബ്രറി ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. യു ഡോണ്ട് ബിലീവ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കമ്പാരിസന്റെ സാധനം. ആൻഡ് ദാറ്റ്സ് ട്രൂ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബസിലിക്ക ഓഫ് സാൻ ഫ്രാൻസിസ്കോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പിയാസയിലുള്ള ഒരു ഇതാണ്, കത്തീഡ്രൽ ആണ്. ആൻഡ് ഇത് എങ്ങനെയാ ഇവർ മോഡൽ ചെയ്തതെന്നറിയോ? ദി മോഡൽഡ് ആഫ്റ്റർ ദ പാന്തിയോൺ ഇൻ റോം. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റ് ആയിരുന്നു. അത് കാരണം എനിക്ക് ആ ലാർജ് ഡോം കണ്ടപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്. ആൻഡ് ഓ മൈ ഗോഡ്, കൊള്ളാം. അപ്പം ഞാൻ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഗുഡ് വൺ. ഇതാ ഞാൻ മെൻഷൻ ചെയ്തില്ല, ബട്ട് സ്റ്റിൽ ഇതാണ് കേട്ടോ പിയാസ എന്ന് പറയണത്. പിയാസ പ്ലെബിസിറ്റോ. ഈ പേര് ഞാൻ ജീവിതത്തിൽ പഠിക്കാൻ തോന്നുന്നില്ല, ബട്ട് ഇതാണ് ആ പിയാസ. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു. എന്താണെങ്കിൽ എല്ലാം പിങ്ക് മയായിരുന്നു. കാരണം ഇതിപ്പോൾ ഞാൻ സീൻ്റെ സൈഡിലേക്ക് വന്നിട്ടുള്ള, അപ്പം അതുകൊണ്ട് തന്നെ കാറ്റടിക്കാൻ വേണ്ടി തുടങ്ങി. സോ കണ്ടോ, സോ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയല്ല, കുറച്ച് അങ്ങോട്ടായിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ നടന്ന് ചുറ്റിയിട്ടത് ഈ സൈഡ് വന്നിരിക്കുകയാണ്. ഡേയ്സ് ഞാൻ സീ സൈഡിലായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. നമുക്കിനി ആർക്കിടെക്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം നേപ്പിൾസ് ഈസ് ലൈക്ക് ഫുൾ ഓഫ് ഹിസ്റ്ററി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പം നമുക്ക് കുറച്ച് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഇതിലൊരു ഉവാ കാസിൽ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാസിലുണ്ട്. അവിടേക്കാണ് ഞാനിപ്പം പോകാൻ ട്രൈ ചെയ്യുന്നത്. ഇറ്റ്സ് ക്ലോസ്ഡ് എനിവേസ്, കാരണം ഇവിടെ ഇപ്പം സമയം എത്രയായി? 5:30 സോ കാസിൽ ക്ലോസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഔട്ട്സൈഡിൽ നിന്നെങ്കിലും കാണാൻ പറ്റുള്ളൂ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് കൂടുതലും ഞാൻ അങ്ങനെ നോക്കി പോകുന്നത്. ബിലീവ് ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാട്ടോ, പിസ്സ പ്ലസ് ബിയർ. ബീര എന്ന് വെച്ചാൽ അവിടെ ബിയറാണ്. അതെന്ന് പറയണത് 5.5 യൂറോസിന് കിട്ടും. ഓക്കെ, മലാനിൽ യു വിൽ ഹാവ് ടു മിനിമം പേ 9, 12, 13. അപ്പം ഐ മീൻ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അതിലും എക്സ്പെൻസീവ് ആവും ഫോർ എ പിസ്സ. ആൻഡ് അതിവിടെ അയ്യോ പട്ടി. ഓക്കെ, എനിവേസ് അതിവിടെ പിസ്സയും പേരും കൊണ്ടിട്ട് 5.5 യൂറോ. ഓ മൈ ഗോഡ്, ഐ തിങ്ക് ദാറ്റ്സ് ദ കാസിൽ. ഓ വാവ്, എന്ത് ഹ്യൂജ് ആണല്ലേ. അതും കടലിന്റെ കരയ്ക്കുള്ള കാസിലാണ്. ഇവിടെ എല്ലാം എന്താ പണി നടക്കണേന്ന് അറിയില്ല. പല സ്ഥലത്തും ഇനിയിപ്പോ എന്തെങ്കിലും ഫെസ്റ്റ് എനിക്കറിയില്ല, എല്ലാം പലതും ക്ലോസ്ഡ് പോലെയാ. ഈവൻ മറ്റേ ഒരു ഞാൻ പറഞ്ഞില്ല പാന്തിയോൺ, ഇവിടുത്തെ കത്തീഡ്രൽ പാന്തിയോൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള അവിടെ ഇതുപോലെ ഞാൻ കണ്ടു. കൈൻഡ് ഓഫ് എന്തോ പ്രോഗ്രാം നടക്കണ ഒരു രീതിക്ക്. ഇതാണ് ഒവോ കാസിൽ. ഒവോ എന്ന് വെച്ചാൽ മുട്ട എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം ഇത് നേപ്പിൾസിൽ തന്നെ ഓൾഡസ്റ്റ് ഫോർട്ടിഫിക്കേഷൻ ആണ്. ഐ മീൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് യുനോ സംതിങ് അഗെയിൻസ്റ്റ് ഡിഫെൻസ്. അപ്പം അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത്, അത് ഡിഫെൻസീവ് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ബിൽഡ് ചെയ്ത ഒരു കാസിലാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ നൈസ്. സീ അവിടെ സീ ഉണ്ട്. ആൻഡ് ഹിയർ ഈസ് ദ കാസിൽ ഗൈസ്. Isn't it amazing? ആക്ച്വലി ഇതിനെങ്ങനെയാ ഞാൻ വിചാരിച്ചത്, എന്താ ഒവോ കാസിൽ എന്താ ഇത് മുട്ട ഷേപ്പ് ഒന്നും അല്ലല്ലോന്നേ. ഇപ്പോഴാണ് ഞാൻ അതൊന്ന് നോക്കിയപ്പോൾ മനസ്സിലായത്. ആക്ച്വലി ഒരു വേർഗൽ പോയറ്റാണ്. അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എഗ്സ് വന്നിട്ട് ഈ ഫൗണ്ടെയിൻസിലൊക്കെ പോയിട്ട് ഹൈഡ് ചെയ്യുവേ. ആ സമയത്ത് അന്നേരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് പൊട്ടിയാൽ, അതായത് ഈ ഫൗണ്ടെയിൻസിൽ വെച്ച് ഇത് പൊട്ടുവാണെങ്കിൽ ഇതിന് നേപ്പിൾസിന് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെയാണ് ഒവോ കാസിൽ എന്നുള്ള പേര് വന്നത്. ആക്ച്വലി ഇവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു 2025 തൊട്ടിട്ട് അടച്ചിട്ടിരിക്കുക കേട്ടോ.
അപ്പം യൂഷ്വലി വിസിറ്റിംഗ് അലൗഡ് ആണ്. പക്ഷെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മാറിയോന്ന് അറിയില്ല. ഐ മീൻ ഇതിപ്പോൾ എന്തായാലും ക്ലോസിംഗ് ടൈം ആയി. അതല്ലാണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് അലൗഡ് ടു ഗോ ഇൻസൈഡ് ഓർ നോട്ട് ബിക്കോസ് ഓഫ് ദി കൺസ്ട്രക്ഷൻ വർക്ക്. ആൾക്കാർ പോയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി നല്ല വ്യൂ ആണ്. അതായത് ഇവിടെ ഒരു സൈഡിൽ കടല്, സോറി എൻ്റെ കൈ വന്നു ഇടയിൽ, അപ്പുറത്തൊക്കെ പോട്ട്, ഒരു ഹാർബർ പോലത്തെ ഇതൊക്കെ ബോട്ട്സ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇറ്റ്സ് എ കാസിൽ. ഇറ്റ്സ് അമേസിങ് ആക്ച്വലി. പക്ഷെ എനിക്കുണ്ടല്ലോ ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഈ മാതിരിയുള്ള സാധനങ്ങൾ അടക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ഇങ്ങനത്തെ നല്ല നല്ല സ്ട്രക്ചേഴ്സൊക്കെ കാണുമ്പോഴേ 4:45 ആവും തോന്നുന്നുണ്ട് സൺസെറ്റ് ആവാൻ. എന്താ പാറയായി. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന്. മെല്ലനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് സമയം ഇവിടെ ഇരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. എനിക്ക് യൂഷ്വലി കടൽ നോക്കി, ഐ മീൻ ഐ എം നോട്ട് എ സീ പേഴ്സൺ, പക്ഷേ ഇങ്ങനെ കടൽ നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് ജയൻറ്റ് ഫൗണ്ടെയിൻ ആണ് കേട്ടോ. ഇത് ആക്ച്വലി അവരിങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇത് ഒറിജിനലി റോയൽ പാലസ് ഇല്ലേ, അതിൻ്റെ അവിടെയുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ ഇതിൽ ആക്ച്വലി 3 ആർച്ചസ് ഉണ്ട്. ആണോ ഇതൊക്കെ മൂവ് ചെയ്ത് കളിക്കണേ? ഇവർക്ക് അവിടെ തന്നെ വെച്ചാൽ പോരെ അല്ലേ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർക്കിതെങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ടോമി പോയത് പോലെയാ എല്ലാവിടെയും പണി നടക്കുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. ഈ ഒരു പട്ടിക്കുട്ടിയല്ല പട്ടി. ഇറ്റ്സ് ക്രൗഡഡ്. ഇപ്പം മിലാനും ക്രൗഡഡ് ആണ്, റോമും ക്രൗഡഡ് ആണ്, നേപ്പിൾസും ക്രൗഡഡ് ആണ്. ഈ ഒരു ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കൊരു ഫ്ലോറൻസ് ഫീൽ ആട്ടോ കിട്ടണേ. അപ്പം എനിക്കറിയില്ല ഇനി ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും നേരത്തെ പാൻതിയോൺ പോലെ വല്ല ഇതും ഉണ്ടോന്ന്. ഞാൻ പോയപ്പം ഇതുപോലെ വലിയൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് എ പാലസ് ഓർ സംതിങ്. അപ്പോ ഇത് യൂണിവേഴ്സിറ്റി ആണോ, അത് വി ആണോ യു ആണോ, എന്തോ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ലല്ലോ, യൂണിവേഴ്സിറ്റി എന്നല്ലേ പറയത്തുള്ളൂ. മേ ബി, ഐ ഡോണ്ട് നോ. സോ the structure is similar to that. പെർട്ടിക്കുലർലി ഒരു സ്ഥലത്ത് പോയി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂസിയം വിസിറ്റ് ചെയ്യുക അങ്ങനെയല്ല. ബട്ട് സിറ്റി ആസ് എ ഹോൾ നല്ലൊരു വൈബ് ഉണ്ട്. നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ട് കുറേ. ഞാനപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ നടക്കുമ്പം നല്ലത് കാണുന്നു അതൊക്കെ കാണിച്ചു തരാം. ഞാൻ പോകുന്നത് എഗെയിൻ വേറൊരു പ്യാസ, വേറൊരു സ്ക്വയറിലാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഗെസു നുവോവോ, പിയാസ del Gesù Nuovo. ഓക്കെ, സോ അവിടെ കത്തഡ്രൽ ആണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മുന്നിലുള്ള ഒരു വൈൻ ബാറാണ്. സോ ഹിയർ സി കണ്ടോ, ഡ്രിങ്കിനൊക്കെ 4 യൂറോസേ ഉള്ളൂ. ഈ കാണുന്ന ടോളായിട്ടുള്ളത് കണ്ടോ, അപ്പം ഇതാണ് സ്പയർ ഓഫ് ഇമ്മാക്കുലേറ്റ് വെർജിൻ. നല്ല ബിഗ് ടോളായിട്ടുള്ള, മേലെ കണ്ടോ മറ്റു തലയിൽ, ഐ മീൻ ഈ സെയിൻറ്റിൻ്റെ ഒക്കെ തലയിലുള്ള ആ സംഭവം വെച്ചിട്ടുള്ള ഒരു പ്രതിമ പോലത്തെ കാണാൻ പറ്റുന്നില്ലേ? സെയിൻ്റ് ആണ് കേട്ടോ അത്. ഇത് 18th സെഞ്ച്വറിയിൽ ബറോക്ക് സ്റ്റൈലിൽ വെർജിൻ മേരീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതിന് ബിൽഡ് ചെയ്ത ഒരു സ്പയറാണ്. ഈ കാണുന്നത് ചേർച്ചാണ്. അതായത് ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ചേർച്ചാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ പാർട്ട് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്. അടിപൊളിയായിട്ടില്ലേ? ഐ തിങ്ക് ദ ചേർച്ച് ഈസ് ഓപ്പൺ. ഇനി ക്ലോസ് ആവാൻ പോകുമെന്ന് അറിയില്ല. എനിവേസ് ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ്സ് ഓപ്പൺ. ഉള്ളിൽ കയറാം. യു ഡോണ്ട് ബിലീവ് ഇറ്റ് ഈസ് ഓപ്പൺഡ്. അത് ഞാനിവിടെ വന്നതും ഇത് ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് തുറന്നു ഗൈസ്. കുഞ്ഞായിട്ട് ഭയങ്കര എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കേട്ടോ. പക്ഷേ അതായത് ഞാൻ കയറി, ഓക്കെ, ലൈക്ക് ഇറ്റ് വാസ് ക്ലോസിങ് ആൻഡ് ഐ വാസ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ആ ഫുൾ ഡോർ അങ്ങോട്ട് തുറന്നു വന്നു ഗൈസ്. ഐ മീൻ എനിക്കിതൊക്കെ വലിയ വലിയ കാര്യമാണ്. ഐ മീൻ ഇതുപോലെ കുറേയൊക്കെ ഇങ്ങനെ ഡിവൈൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത് ലൈക്ക് ഓക്കെ, ഇതൊക്കെ കുഞ്ഞിക്കാര്യം വലിയ കാര്യം എന്നൊന്നും ഞാൻ പറയാനറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ലൈക്ക് ഐ റാൻഡംലി ഗെറ്റ് ഇമോഷണൽ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ക്യാൻ റിലേറ്റ് മീ.
ഇപ്പം ഇവിടെ 7:30 കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഈ ചേർച്ചിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ എനിക്ക് ഹോസ്റ്റലിൽ പോകാം. ഞാൻ വന്ന വഴിയല്ല, ഐ മീൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം മറ്റേ റെസ്റ്റോറൻറ്റിലേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ വഴിയല്ല, ഇത് വേറെ വഴി. ഓക്കെ, അപ്പോൾ ആ വഴി എടുത്തിട്ട് ഞാൻ വിശക്കുന്നൊന്നുമില്ല ടു ബി ഓണസ്റ്റ്, പക്ഷെ എന്തെങ്കിലും ഞം കഴിക്കാൻ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഇനി മിലാനിൽ പോയാൽ എനിക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അഗെയിൻ ബാക്ക് ടു റൊട്ടീൻ. സോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഞം കഴിക്കും. എല്ലാ ദിവസവും ഞാൻ ഞം കഴിക്കും. വിശന്നിട്ടില്ലെങ്കിലും ഞാൻ ഞം കഴിക്കും. കുഞ്ഞു ഞം ആണെങ്കിലും ഞാൻ കഴിക്കും. എനിവേസ്, അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയാൻ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ട്. എനിക്കുണ്ടല്ലോ ഈ ടൂറിസ്റ്റി ആയിട്ടുള്ള സ്ഥലത്താണ് എനിക്ക് ലോക്കൽ ഷോപ്പിൽ പോയിട്ട് ലോക്കലായിട്ട് കഴിക്കണം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭാഷ അറിയില്ല. ഇനി നമ്മൾ ജപ എന്ന് പറഞ്ഞാലും റെസ്റ്റോറൻറ്റ് എവിടെയൊക്കെ നല്ലേ അങ്ങനെയൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഇങ്ങനെയുണ്ട്, പക്ഷെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ എനിക്കറിയില്ല. അപ്പോൾ ഹോസ്റ്റലിലോട്ടുള്ള അത് അത്ര ടൂറിസ്റ്റി അല്ല. അപ്പോൾ ഓൺ ദ വേ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കാണുകയാണെങ്കിൽ അവിടെ കയറി കഴിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോഴേ സാന്താ കിയാര ബസിലിക്ക കണ്ടു. ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാ. ഇത് 14th സെഞ്ച്വറിയിലുള്ള ഒരു ചേർച്ചാണ് കേട്ടോ, ഒരു ബസിലിക്കയാണ് കേട്ടോ ഇത്. ഇറ്റ്സ് ഹ്യൂജ്. ഇന്റീരിയർ ഒക്കെ ഉണ്ടല്ലോ, ഒരു 18th സെഞ്ച്വറി ആയപ്പോൾ ബറോക്ക് സ്റ്റൈലിലേക്ക് അവർ റീമോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. പ്രെയർ നടക്കാൻ തോന്നുന്നുണ്ട്, അതോ പ്രെയർ കഴിഞ്ഞോന്നറിയില്ല. കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഉള്ളിൽ പോയി നോക്കി നോക്കാം. ഇറ്റ്സ് നൈസ്. നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുണ്ട്. ആ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അവിടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ. അപ്പം ഞാൻ കുറച്ചവിടെ നിന്നു. ഇനി ഇറങ്ങാം, കാരണം എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ പ്രെയറാണ്. എനിക്ക് കുറച്ച് മലയാളത്തിലുള്ള RC പ്രേയേഴ്സ് അറിയാം, പക്ഷെ ഇറ്റാലിയൻ പ്രേയേഴ്സ് ഒന്നും അറിയത്തില്ല. ബാക്ക് സൈഡ് ഓഫ് ദ ചേർച്ച് ആണ്. ദി അതർ സൈഡ്, ബാക്ക് സൈഡ് എന്ന് ഞാൻ പറയുന്നില്ല, ഐ എം നോട്ട് ഷുവർ, ബട്ട് വേറൊരു സൈഡ് ചേർച്ചിൻ്റെ. ഇറ്റ്സ് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇങ്ങനത്തെ സ്ട്രീറ്റ്സ് കാണാൻ പൊതുവെ ഇഷ്ടമാണ്. ഇത് കണ്ടോ, എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി why people say that Italians are the Indians of Europe എന്ന്. ഐ മീൻ അങ്ങനെ മോശമായിട്ട് ഞാൻ പറയില്ല, ഒരിക്കലല്ല. ഇന്ത്യ ഈസ് ഗ്രേറ്റ്, ഓക്കെ. അപ്പോൾ ചിലർ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഒഫൻസീവ് ആവും, ലൈക്ക് ചില ഇറ്റാലിയൻസിന് തന്നെ വന്നിട്ട് ഒഫൻസീവ് ആവും കേട്ടോ. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഫുഡ്, ലൈക്ക് ഫോർ ദം ദ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റിയലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഫാമിലീസ് സെക്കൻഡ് തിങ്. അപ്പം അങ്ങനെ, അപ്പം ഇതൊക്കെ നമുക്കും കോമൺ ആയിട്ടുള്ള കാര്യമില്ലേ. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഐ മീൻ കുറച്ചും കൂടെ എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് നമ്മുടെ നാടുമായിട്ട് ഇവിടെ വന്നപ്പോൾ. ഒരു ഹോണ്ടഡ് ഫീലിംഗ് ഉണ്ട് ഗൈസ്. ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കഴിക്കേണ്ടി വരുന്ന, ബിക്കോസ് ഇനിയിപ്പോൾ 500 മീറ്ററും കൂടി ഉള്ളൂ എൻ്റെ ഹോസ്റ്റലിലേക്ക്. ബട്ട് ഇറ്റ് ലുക്സ് സോ ടൂറിസ്റ്റി. കുറേ ആൾക്കാർ, എനിക്ക് ഇത്ര ആൾക്കാരെ വേണ്ട. ഐ മീൻ എനിക്ക് ലോക്കൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഫൈൻഡ് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ സൊറന്റോയിൽ പോയത്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ സൊറന്റോയിൽ ഞാൻ പറഞ്ഞില്ല ചിക്കൻ പാസ്ത കഴിച്ചു എന്ന്. ഐ മീൻ തോർത്തല്ലീനി. ആക്ച്വലി അവർക്ക് ചിക്കനും പാസ്തയും ഒരുമിച്ച് എന്ന് പറയുന്നത് ഹറാമാണ്. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ സ്റ്റഫ് ചെയ്തതിന് കുഴപ്പമില്ല അവർക്ക്, അതായത് വിത്തിൻ ദ പാസ്ത ഇറ്റ്സ് ഓക്കെ ഫോർ ദം. പക്ഷെ അല്ലെങ്കിലാണ് അവർക്ക് പ്രശ്നം. എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ. ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പിൽ വന്നേ. അപ്പോൾ ഇവിടെ അവർ ഒരു ഫുൾ കോഴ്സിന്, ഒരു ഫുൾ ഇറ്റാലിയൻ കോഴ്സ്, ഓക്കെ, അതിനവർ 15 യൂറോയ്ക്ക് എല്ലാം തരാൻ പറഞ്ഞത്. സാലഡ്സ്, സെക്കൻഡ് അത് പ്രീമ, സെക്കൻഡറി, ലൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിയാങ്കോ. ഓക്കെ, സോ അപ്പം ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തു. അന്നേരം ഇവരിങ്ങനെ എനിക്കത് ഭാഷ അറിയത്തില്ലല്ലോ, ബട്ട് ഐ കൺവിൻസ് ദം. ഓക്കെ, എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. തിങ് എന്താണെന്ന് വെച്ചാൽ ആ കോമ്പിനേഷനിൽ വരുന്നതിൽ ബീഫും പോർക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് കഴിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. പൊള്ളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊള്ളോ ഇല്ല അവരുടെ കയ്യിൽ. ഐ മീൻ ചിക്കൻ ഈസ് പൊള്ളോ ഇൻ ഇറ്റാലിയൻ.
അപ്പൊ ഞാൻ അതിന് പകരം മഷ്റൂം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഫസ്റ്റ് തന്നെ വരുന്നത് എനിക്ക് വൈന് കൊണ്ടു തന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ആ കോഴ്സ്. അപ്പൊ ഇത് സ്പാർക്ലിംഗ് വൈൻ അല്ല, ഇത് നോർമൽ വൈറ്റ് വൈൻ ആണ്. അപ്പൊ വീനോ റോസോ എന്ന് പറഞ്ഞാൽ വീനോ റെഡ് വൈൻ ആണ്, ആൻഡ് ബിയാങ്കോ എന്ന് വെച്ചാൽ വൈറ്റ് വൈൻ ആണ്. ഓക്കെ, സോ ഞാൻ ബിയാങ്കോ ആണ് പറഞ്ഞത്. മൊസറല്ല, ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോന് പകരം മഷ്റൂം ചോദിച്ചു, മഷ്റൂം കിട്ടി. I think this is the bread. Yes, I can see that it's a bread. അപ്പം yes, let's start, guys. But they guys, mozzarellas are always my favorite. Okay. Now let's try the mushroom. ഇത് ഉപ്പിലിട്ട മഷ്റൂം പോലെ ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്ക് ചെയ്തെന്നല്ല, എന്താ പറയാ, ഇത് നമ്മൾ പ്രിസർവ് ചെയ്തിട്ട് മഷ്റൂംസ് ഉണ്ടാവുമല്ലോ, ഈ അച്ചാറൊക്കെ ഇടുന്ന പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. സോ ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. അതൊരു 100 വർഷങ്ങൾക്ക് മുന്നേ ഈ ഇറ്റലിയിലുള്ള ഈ ഒരു പാട്ടിലുള്ള ആൾക്കാർ, അത് സദേൺ സൈഡിലുള്ള ആൾക്കാര് ലൈക്ക് പുവർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര പോവേർട്ടി ആയിരുന്നു. അപ്പൊ ഇപ്പൊ മിലാനിലുള്ള അല്ലെങ്കിൽ ട്യൂറിനിലുള്ള ആൾക്കാരൊക്കെ പിന്നീട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തതോ ആയ ആൾക്കാരാണ്, ജോലിക്കും ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യാനും പൈസ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നതാ കേട്ടോ. അവര് ഇപ്പൊ നമ്മുടെ ഒരു കോഫിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പം പേ ചെയ്താലും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വൈ ഷുഡ് സമ്മൺ പേ ഫോർ മീ, ലൈക്ക് ഐ ഡോണ്ട് ഈവൻ നോ ദം, ലൈക്ക് ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർ പറഞ്ഞു അത് അവർക്ക് ഭയങ്കര ഒഫെൻസീവ് ആണ്, ബിക്കോസ് ദാറ്റ്സ് ദെയർ കൾച്ചർ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ, കാരണം അവര് ആ സമയത്ത് ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഈ ആൾക്കാരൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ വില്ലേജിൽ അയച്ചുള്ള ഇതാണ്. അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ട് ഇരിക്കും. അപ്പൊ എന്തായി, അങ്ങനെ സഹായിക്കുന്ന കൾച്ചറാണ് ഇപ്പോഴും അവർക്കുള്ളത്. സോ അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, നമ്മളപ്പോ അവർക്ക് ഓ ചെയ്യുന്ന പോലെ ആവത്തില്ലേ, അതായത് വി ഓ ദം സംതിങ്, റൈറ്റ്? ലൈക്ക് ഇപ്പൊ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരാൾ വാങ്ങിച്ചു തന്നാൽ, ലൈക്ക് ടുമോറോ ഇറ്റ്സ് ലൈക്ക് ഐ എം സപ്പോസ് ടു ഗിവ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പൊ എനിക്ക് ആ ഒരു പരിപാടി വേണ്ട, സോ ഐ ഡോണ്ട് വോണ്ട് ടു അക്സെപ്റ്റ് എനിത്തിങ് ഫ്രം ദം. ഓക്കെ, ഇതായിരുന്നു എന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെയും പാടില്ല, ബിക്കോസ് അതും കൈൻഡ് ഓഫ് ഒഫെൻസീവ് ആണ്. I don't know the reality. I don't know it's according to that particular person or generally. But അങ്ങനെയാണോ എന്നുള്ളത്. So yeah, this is all I wanted to say. And another thing is that the city അതായത് ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കണു, നല്ലൊരു അടിപൊളി വൈബ് കിട്ടാം. കുറെ പാട്ട് കേൾക്കാം. I mean, not just the people, not just the one which from the shops. Can you hear this? എനിക്ക് കേൾക്കാം. ആൾക്കാർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? How much mozzarella is too much mozzarella? ഞാൻ ഈ 4 മൊസറല്ലയും തീർക്കാൻ വേണ്ടി ഇരിക്കാം. കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? മൊസറല്ല അല്ലേ, പ്രോട്ടീൻ ആയിരിക്കില്ലല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. എന്റെ തോർത്തലിനി പാസ്ത, സോറി, തലിയാത്തല്ലി. യെസ്, തോർത്തല്ലിനിയല്ല, അത് വന്നു ഗായ്സ്. എല്ലാവരും നേപ്പിൾസിൽ വന്ന പിസ്സ ട്രൈ ചെയ്യില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു നേപ്പിൾസിൽ വന്നിട്ട് നമുക്ക് പാസ്ത ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയാം, എനിക്ക് ഭയങ്കര ക്രേവിങ് ഒരു പ്രോപ്പർ പാസ്ത കഴിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ചിക്കൻ വാസ് ഗുഡ്. പക്ഷെ ഇന്നലെ കഴിച്ച നോക്കി എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, ബട്ട് തോർത്തലിനി വാസ് ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് കഴിച്ചു നോക്കാം. This is too good. ഇത് പൊളിച്ച് അടിപൊളി, ഒന്നും പറയാനില്ല. Oh my god, this is too good, yaar. അടിപൊളി. പിന്നെ അത്രക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിത് പാസ്തയൊക്കെ കഴിക്കട്ടെ. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കറിയില്ല ഇനിയിപ്പം ഞാൻ
വേറെ അതായത് നാളെ ഇനി ഞാൻ നേപ്പിൾസിൽ ഉണ്ടാവില്ല, ഞാൻ പോംപേ പോകും. മൈറ്റ് ബി മറ്റന്നാൾ നേപ്പിൾസിൽ ഉണ്ടാകാം, ഐ ഹോപ്പ് സോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് അപ്പം ഉള്ളത് കൂടെ മേർജ് ചെയ്യും. ഐ എം നോട്ട് ഷുവർ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ലെങ്ത് ഓഫ് എ വീഡിയോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് എന്താണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ചാവോ. ഇനി ഈ വീഡിയോ തന്നെ കാണാം, അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.